ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ മഞ്ചേശ്വരം ക്യാമ്പസിലേക്ക് 3 ഇയർ LLB കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 3 ഇയർ LLB കോഴ്സിലേക്കുള്ള ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ. കാരണം ക്ലീഡ് അത്രയും പോർഷൻസ് ഇതിന് പഠിക്കാനില്ല. അപ്പോൾ കഴിവതും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിയാൽ ചിലപ്പോൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട്സും അത്രയും കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ മഞ്ചേശ്വരം ക്യാമ്പസിലേക്കാണ് ഈ ഒരു 3 ഇയർ LLB കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് LLB ക്വാളിഫിക്കേഷൻ. LLBക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക. അത് ഏത് വിഷയത്തിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരായാൽ മതി. 45% മാർക്കോട് കൂടി ആ ഒരു ഡിഗ്രി പാസ്സായിട്ടുള്ളവരായിരിക്കണം. പ്രായപരിധി പറയുന്നില്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്കായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ 45% മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായിട്ടുള്ളവരായാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയായിട്ടാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ. അതുവഴിയായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ www.admission.kannuruniversity.ac.in ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. www.admission.kannuruniversity.ac.in. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് മെയ് മാസം 15 വരെയാണ്. 2025 മെയ് 15 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മെയ് 15 ആവാൻ നിൽക്കാതെ അതിനു മുമ്പ് തന്നെ കഴിവതും അപ്ലൈ ചെയ്യുക. എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 600 രൂപയാണ് ഫീസ് വരുന്നത്, രജിസ്ട്രേഷൻ ഫീസ്. SC ST PWBD കാൻഡിഡേറ്റ്സിനാണ് എങ്കിൽ 300 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. എൻട്രൻസ് എക്സാമിനേഷന് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഡേറ്റും വെന്യൂവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് വന്നോളും. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് SBI ഇ-പേയ്മെൻറ്റ് വഴിയായിട്ടാണ്. ഓൺലൈൻ വഴിയായിട്ട് തന്നെയാണ് ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, SBI ഇ-പേ വഴിയായിട്ട്. പിന്നെ പ്രോസ്പെക്ടസ് 2025-26 ഇയറിലേക്കുള്ള പ്രോസ്പെക്ടസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഫീസ്, അഡ്മിഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസ്പെക്ടസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ PDF. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുവരെയും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെയാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യുന്ന വഴിയായിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. 6 സെമസ്റ്ററാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. 3 വർഷം 6 സെമസ്റ്റർ ആയിട്ടാണ്. റെഗുലർ കോഴ്സാണ്. അറ്റൻഡൻസും അതുപോലെ തന്നെ സെമിനാറും ഇന്റേൺമാർക്കും ഒക്കെ ആയിട്ട്, ഇന്റേൺഷിപ്പും ഒക്കെ ആയിട്ടുള്ള 6 സെമസ്റ്ററിന്റെ 3 വർഷത്തെ കോഴ്സാണ് വരുന്നത്. റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോയി തന്നെ പഠിക്കേണ്ടതാണ്. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് എൻട്രൻസ് പാസ് ആയിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഇയർ ആയിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡിഗ്രിക്ക് ലാസ്റ്റ് സെമ്മിലുള്ളവരാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണ്, എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവരാണ് റിസൾട്ട് വരാൻ വേണ്ടി, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതുവരെയുള്ള മുമ്പത്തെ സെമ്മുകളിലൊക്കെ നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ എക്സാം കഴിഞ്ഞ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം പാസ്സായിട്ടുണ്ട് എങ്കിൽ, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലാസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട്, ലാസ്റ്റ് സെമ്മോ ഫൈനൽ ഇയേഴ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മറ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് റിസർവേഷനൊക്കെ SC BC SC ST EWS കാറ്റഗറി, സ്പോർട്സ് കോട്ട, ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനൊക്കെ ഉള്ള റിസർവേഷൻസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസിലേക്ക് പോവാം. സിലബസും ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വന്ന് കണ്ടില്ല. അപ്പോൾ പഴയ സിലബസ് തന്നെയാണ്, കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിലബസ് വരുന്നത് ഇങ്ങനെയാണ്. 7 സബ്ജക്ട്സ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വെച്ചിട്ടാണ്. ശരിയായ ക്വസ്റ്റിന് 4 മാർക്ക് വെച്ചിട്ടാണ്. തെറ്റുത്തരമാണെങ്കിൽ -1 വെച്ചിട്ടുമായിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിൽ 4 മാർക്കും, 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 50 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വെച്ച്. ശരി ഉത്തരവാണെങ്കിൽ തെറ്റുത്തരത്തിന് -1 വെച്ചിട്ടായിരിക്കും. നിങ്ങൾ ആ ഉത്തരം എഴുതിയിട്ടില്ല, ആൻസർ ചെയ്യാതെ ഇട്ടേക്കാണെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല, നെഗറ്റീവ് മാർക്ക് അവിടെ വരില്ല.
പിന്നെ അതുപോലെ തന്നെ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ആൻസേഴ്സിന് നോൺ നെഗറ്റീവ് മാർക്കാണ്. ടൈം വരുന്നത് 2 മണിക്കൂർ. 2 മണിക്കൂർ നേരത്തെ പരീക്ഷയാണ്. 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതിൽ സിലബസ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന്. പിന്നെ ലീഗൽ അവയർനെസ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലീഗൽ സ്റ്റഡീസ്, ലീഗൽ സബ്ജക്ട്സിൽ നിന്നുണ്ട്. ലീഗൽ മാക്സിംസ്, ലീഗൽ വേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ, അതിന്റെ GK റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കുക. ഈ എക്സാം നടക്കുന്ന വരെയുള്ള കറണ്ട് അഫേഴ്സും GK, മറ്റ് GK എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയൊക്കെ GK നോക്കേണ്ടതാണ്. ഒരു വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗ് ഉണ്ട്. ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഉള്ളത് ബേസിക്സ് ഓഫ് കോൺട്രാക്ട് ലോയുടെ ബേസിക്സ് പഠിച്ചാൽ മതി. അപ്പോൾ അത് കോൺട്രാക്ട് എന്താണ്, കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ളത് നോക്കുക. ദെൻ ക്രിമിനൽ ലോയുടെയും ബേസിക്സ്, അത് നമ്മൾ IPC വെച്ചിട്ടാണ് ക്രിമിനൽ ലോയുടെ ബേസിക്സ് പഠിക്കുന്നത്. പക്ഷെ ഇപ്പോൾ BNS ആയതുകൊണ്ട്, കഴിഞ്ഞ വർഷം IPC വെച്ചിട്ടാണ് പഠിച്ചത്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതും. ഇത്തവണ BNS ആയതുകൊണ്ട് തന്നെ സിലബസ് മാറ്റി അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ BNS കൂടി പഠിച്ചിട്ട് പോവാം. BNSലെ മേജർ ചേഞ്ചസ് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ്. അപ്പോൾ അത് കണ്ടു നോക്കാം. പിന്നെ ക്ലീയുടെ സബ്ജക്ട്സ് തന്നെയാണ് ഇതിലും കുറേ വരുന്നത്. അപ്പോൾ ലീഗൽ അവയർനെസ്സിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ സബ്ജക്ട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കാം. ക്ലീ 24 കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസിന്റെ വീഡിയോസ് കാണാം. പിന്നെ ടോട്ടിന്റെ കുറച്ച് വീഡിയോസ് കണ്ടു നോക്കാം. അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമെന്നല്ല, കോൺട്രാക്റ്റും അതുപോലെ തന്നെ ക്രിമിനൽ ലോയോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IPCയുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ BNSലെ മേജർ ചേഞ്ചസ് വരുന്ന കുറച്ച് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കാം. കോൺട്രാക്ട് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും കണ്ടു നോക്കാവുന്നതാണ്. ക്ലീ 24 കോൺട്രാക്ട് ഇട്ടേക്കുന്നത് അത് തന്നെയാണ് ഇവിടെ കോൺട്രാക്ട് വരുന്നത്. അത്രയും ഇൻ ഡെപ്ത് നോക്കിയില്ലെങ്കിലും ബേസിക് ആയിട്ട് കോൺട്രാക്ട് മനസ്സിലായി പോയാൽ മതി. സോ അപ്പോൾ ഇതാണ് ഇതിന്റെ സിലബസ് വരുന്നത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മെയ് 15-ാം തീയതിക്ക് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. സോ ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.